ഹലോ മോശം വന്നില്ലേ നീ കുളിച്ചില്ല? കുളിക്കാണ്ടില്ല. സോപ്പും തേച്ചില്ല? ആ തേച്ചിന്. നിന്നോട് ആരും സോപ്പ് തേക്കാൻ പറഞ്ഞു? ഞാൻ കുളിക്കും സോപ്പ് തേക്കും. അതിന് പാരോളും ചോദിക്കണം. എടാ പേഷ്യനിട്ട സോപ്പ് തേക്കരുത്, അതിന്റെ മൊത്തം ഗുണം പോകും. പ്രത്യേകിച്ച് പേള് അല്ലടോ, പേള് പേള്. പിന്നെ അതിന്റെ മൊത്തം സോപ്പ് വെച്ച് പോണം. എന്താ നോക്കാം മര്യാദക്ക് പണിയെടുക്കാൻ പറ്റും. വെറുതെ ആ സോപ്പിനെ കുറ്റി അതുണ്ടല്ല, ഞാൻ കുറച്ച് സാധനം വേണ്ട ബിരിയാണി ബിരിയാണി കൊടുക്കണ്ട. ഞാൻ റെഡിയേ, പോവാ. നകുലേട്ടാ, യെസ്, ഞാൻ വരണ. വരണോന്നാ? തമാശ കളിക്കല്ലേ? ബാ പോവാ. തൊട്ടപ്പുറത്ത് അല്ലാണ്ടായിട്ട് പോയില്ലെന്ന് വെച്ചാൽ മോശമല്ലേ? എല്ലാരും അതിനെ ചോദിക്കും നകുലേട്ടാ. ഈ ആരെ പേടിക്കുന്നത്? നാട്ടുകാരെയാ? ഒരു കാര്യം ചെയ്യും, ഒരു ഗ്ലാസ് ചായ എടുത്ത് കൈ പിടിച്ചു. ആരിക്കാ വിശേഷം അറിയണ്ടേന്ന് അറിയണമല്ല. എന്തെന്ന് നകുലേട്ടാ? എടി ആരും ഒന്നും ചോദിക്കൂല, എൻ്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ബാ ബാ. ശാലിനി എന്തൊക്കെയുണ്ട് വിശേഷണ്ടെങ്കിൽ കൊണ്ട് ഈ ബിരിയാണി കൊടുക്കണം. നീ വന്നേ, ഇപ്പൊ കുളിച്ചിട്ട് വരാന്നുണ്ട്. അപ്പുറത്ത് വിളമ്പാനാളില്ല. വന്നേ ശാലിനി, ഇവരെ നോക്കണ്ടേ? വന്നേ പറയട്ടെ. എടാ ആ രണ്ട് സൈഡിലും, ആ റൈറ്റ് സൈഡിൽ പിന്നെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, അൽമാരയിൽ എടുത്ത് വെക്കണേ. ആ മോളെ ശാലിനി, നബീസും അടുക്കളയിൽ ചായ വെക്കുന്നുണ്ട്, സഹായിക്കട്ടെ അച്ഛൻ. വലിയ കുഴപ്പമില്ല, എടുത്തോട്ടെ. കരയൊന്നറിയില്ല. ഒരു കുഞ്ഞ് വീട്ടിലുണ്ടായാ പിന്നെ സമയം പോന്നേ അറിയൂല രാജമ്മേ. മോനെ സാധനം തീർന്നു. ഇപ്പം വരാട്ടോ. എന്റെ സുമേച്ചി, ഓന്റെ ഓള് പ്രസവം നിർത്തണേ ഓൻ തന്നെ വിചാരിക്കണം. നമ്മള് സ്കൂളിൽ കുടുംബാസൂത്രണത്തിന്റെ ഒരു ക്ലാസ് ഉണ്ട്, ഈ മാസം ലാസ്റ്റ് ആണ്. നീ എന്തെങ്കിലും പറഞ്ഞിട്ട് എങ്ങനെങ്കിലും അവനവിടെ ക്ലാസ്സിൽ കൊണ്ട് പിടിച്ചിരുത്ത്. ക്ലാസ് കഴിഞ്ഞ് ഓനോന്റെ വീട്ടിലേക്ക് തന്നെയല്ലേ പോണ്ട്. കുറച്ച് ബിരിയാണി ആടാ. ആ ബിരിയാണി റൈസ് കുറച്ചടുത്തോടെ കൊണ്ടുവരണേ. അല്ലടാ നങ്ങളെ, എനിക്ക് കുട്ടികളൊന്നും ആയിട്ടില്ലേ? ഇല്ല. അതിനാവത്തെ അപ്പൊ കുഴപ്പം ഓൾക്ക അല്ല എനിക്കോ? രണ്ടാക്കില്ല കുഴപ്പം, വീട്ടിൽ കുഴപ്പം നിങ്ങളാ. വിട്ടോ അല്ലാ കഴിച്ചിട്ടില്ല. അയ്യോ കഴിച്ചില്ല, എന്നാ കഴിക്കണ്ട വിട്ടോ. പിന്നെ എന്റെ കഴിച്ചിട്ടാണ് എനിക്ക്. ഇവനെന്താ ചങ്കു? എടാ ഈ മിസ്റ്റിക്കിനെ കാരടാ കല്യാണം വിളിക്കുന്നേ? ഇതിനൊക്കെ വിളിച്ചിട്ടാണോ വരുന്നത്? മായി മൊത്തം ഡ്യൂപ്ലിക്കേറ്റാ. മാഹി മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് എന്നിട്ട് മേലെ കാത്തുപ്പണിയൊക്കെ. ശാലിനി ഒന്ന് പിടിച്ചേ. താഴെയല്ലേ ഞാൻ കൊടുത്തയാന്നേ, ഇനി മുകളിലേ കൊടുക്കാനല്ലോ. ഒന്ന് കൊടുക്കണേ. ശാലിനി, ശാന്തമായിക്കോ ചായ കൊടുത്തേ. കത്തി അടിച്ച് തൊണ്ട പണിയായിട്ടുണ്ടാവും. എനക്കൊന്നും വേണ്ട എന്റെ ചായ. ആരാണോ ഈ പിരാതത്തിന്റെ അടുത്തൊക്കെ ചായ കൊടുത്തയച്ചിന്? ഇത് ഞാൻ ചെയ്യാം. ചായ എടുക്കുന്നില്ലേ? ഇല്ല, നീ കൊടുത്തു. ശാലിനി, ആ പാലം നോക്കണേ. ശാലിനി, ഈ ആളുകളുടെ
നിന്ന് കുഞ്ഞിന് എങ്ങനെ പാല് കൊടുക്കാനാ? പാവേ ചേച്ചി ഇവിടെ ഇരുന്നോ? ആ ശാലിനി, ഒന്ന് കുഞ്ഞിനെ പിടിക്കോ? എന്റെ സാരി മൊത്തം ചാറലായിട്ടുണ്ട്. ഞാൻ കഴുകിട്ടേടെ. കുഞ്ഞിനും തന്നിട്ട് ഓളവിടെ പോയേ? ബാത്റൂമിൽ പോയിനി. പറാതോളയമ്മ കുഞ്ഞിനെ കൊടുത്താലേ കുഞ്ഞിക്ക് കേടാന്ന്, കണ്ണു തട്ടും. നിനക്കങ്ങനെ പേടിയുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ഒഴിഞ്ഞിട്ടാൽ മതി. കണ്ണ് കിട്ടൂല. നീ ഒന്നും കഴിച്ചില്ലല്ലോ? ഷുക്കൂറിൻ്റെ ഉള്ള അവിടെ നിന്ന് ചായ കുടിക്കട്ടെ. അങ്ങോട്ട് വയ്ക്കോ. ഇക്ക പറയലുണ്ട് നിങ്ങളെ കാര്യമല്ലോ. ആൾക്കാർ പറയുന്നൊന്നും കാര്യമാക്കണ്ടപ്പ. അതിൽ അസൂയ കൊണ്ട് പറയുന്നല്ലേ. ഇപ്പം അല്ലെങ്കിൽ കടിച്ചു വിളിക്കാൻ പറ്റൂ. കുഞ്ഞുങ്ങളായ ഒന്നും നടക്കൂല. പിന്നെ ഈറ്റിങ്ങളെ നോക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഇരട്ടപ്പഴാ ഇനി അതും തിന്നിട്ട് ഇരട്ട പറ്റി വേണം നിന്റെ വാപ്പാന്റെ വായിന്ന് കേൾക്കാൻ. ആ അത് ശാലിനിക്ക് തന്നെ കൊടുക്ക്. ഒക്കെ അതിന്റെ ആവശ്യം. അതന്നെ, ഇരട്ടിയില്ലെങ്കിലും ഒന്നെങ്കിലും ആവട്ടെ. അല്ല ഇങ്ങനത്തിന് ഓളെ വെറുതെ മക്കാറാക്കുന്നിങ്ങനെ. ഓള് പറഞ്ഞ നേരാകുമ്പോൾ ഓള് പെറും അല്ലേ മോളെ? എന്തെവിടെ ഇരിക്കുന്നത്? എനിക്കെന്താ പറ്റിയേ? നകുലേട്ടാ, ഇനി ഒരു പരിപാടിക്കും എഴുന്നള്ളിക്കാൻ നോക്കണ്ട. ഞാൻ വരില്ല. എടി എന്താ ഉണ്ടായെന്ന് പറ. എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയൂല? എന്തേ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ? നിങ്ങളോടില്ലേ, നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എടി ആൾക്കാർ ചോദിച്ചാൽ നീ എന്തിനാ ശ്രദ്ധിക്കാൻ നിൽക്കുന്നത്? നിനക്ക് കൊള്ളൂന്ന് അറിയുന്നുണ്ടല്ലോ ഒരു പിന്നെ പിന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്. അതങ്ങ് മനസ്സിലാക്കിയ പോരെ. ഓ, അപ്പൊ ഞാൻ മനസ്സിലാക്കാത്താന്നല്ലേ പ്രശ്നം? നിങ്ങൾക്ക് പിന്നെ ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. എന്നാടാക്കിയിട്ട് നിങ്ങളെ പാട്ടിന് പോയില്ലേ? എടി എനിക്കവിടെ പണിയുണ്ടായിട്ടല്ലേ. നിങ്ങളുടെ പണിയും നോക്കിയിട്ട് നടന്നു. അവിടെ ബാക്കിയുള്ളവർ വായിലിരിക്കുന്ന എല്ലാം കേട്ടത് ഞാൻ തന്നെയല്ലേ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണ്ടേ? പറഞ്ഞോടത്തല്ലേ ഞാൻ തിരിച്ചെന്ന് പോയി പറയണോ? വേണ്ട, നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങളില്ലേ, ഒരു കാര്യം ചെയ്, എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്ക്. എന്നിട്ട് നിങ്ങൾ ആരാന്ന് വെച്ചാൽ കെട്ടിക്കോ. എനിക്ക് മടുത്തു. നീ ഏട്ടൻ ഉണ്ടാക്കി വെച്ചല്ലേ? എന്താ ചേച്ചി, എനിക്ക് മടുത്തു.